എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, ചെന്ന് കൊളുത്തുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാലോ പ്രോട്ടോക്കോളുമേ അളിയം വരും. ഇനി ഇതൊക്കെ മാർഗമില്ല. പഴുത്ത മുളക്. മോളായിരുന്നോ? അമ്മാവ് 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു. നല്ല മിടുക്കൻ. എന്തൊരു ബഹുമാനാന്നറിയാവോ? എനിക്ക് ഒഴിച്ചു തന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക. അങ്ങോട്ട് ചെല്ല്, കിട്ടിക്കോളും. ഇത് കണ്ടപ്പോ പിരിയാനും വയ്യ, എന്നാലിട്ട് അടുക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായല്ലോ കർത്താവേ. എന്റെ അഭിപ്രായത്തിൽ കുമാരനോടൊന്ന് പോണത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതാരെങ്കിലും അറിഞ്ഞാ ഇവിടെ ഭൂകമ്പായിരിക്കില്ലേ? ഭൂകമ്പം. അത് ആരറിയാണ്ട് സൂക്ഷിച്ചാ പോരെ? അവൻ ഇവിടെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അച്ഛനും മോനും ദിവസം കാണും ചെയ്യാം. അതിനുള്ള വിദ്യാഭ്യാസം ഒന്നും അവനില്ലല്ലോ. ഇവിടുത്തെ തോട്ടത്തിലെ പുല്ല് വെട്ടാൻ അത്ര വലിയ യോഗ്യത ഒന്നും വേണ്ടല്ലോ. ആ ജോലിയൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാ ഈ മുടിവെട്ടിനേക്കാൾ എത്ര വലിയ ഭേദമുള്ള ജോലി വെച്ചോ ചെടിവെട്ട്. ഇതൊരു പ്രൊമോഷനായിട്ട് കൂട്ടിയാ മതി. ഒരു കണക്കിന് അതും ശരിയാ. ഗാർഡനിങ് ഒരു നല്ല തൊഴിലാ. വാ സാറേ, അതെ ഞങ്ങൾ ഇവനോട് ഒരു ജോലി കൊടുക്കേണ്ട കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു. അല്ല, ജോലി എന്ന് പറഞ്ഞാ ഇവിടത്തെ തോട്ടത്തിൽ. അയ്യോ, ഈ തോട്ടപ്പണി എന്ന് പറഞ്ഞാൽ അത്ര മോശം തൊഴിലൊന്നും അല്ല. ഇപ്പോഴത്തെ കാലത്ത് ചുരുങ്ങിയത് MSc ഹോർട്ടിക്കൾച്ചറെങ്കിലും പാസ്സാവും. എന്റെ ഒരു ഇളയപ്പന്റെ മോനുണ്ട്, ജോർജുട്ടി. ഗാർഡൻ ഡിസൈനാ. നിലത്ത് നിൽക്കാൻ സമയമില്ല. 5 സ്റ്റാർ ഹോട്ടലുകാരും വലിയ വലിയ എസ്റ്റേറ്റ് മുതലാളിമാരും പൊക്കിക്കൊണ്ട് നടക്കല്ലേ. ഇവനാണെങ്കിൽ പിന്നെ അതിന്റെ ഈ കലാപരമായിട്ടുള്ള കട്ടിങ് എല്ലാം അറിയേ. എന്നാ പിന്നെ നോക്കി ഒരു മകനെ. ശരി. ഇനി ഇതാണ് മകനെ നിന്റെ ഏതൻ തോട്ടം. ആദ്യം നീ ഈ തോട്ടം പിടിച്ചെടുക്കണം. അതിനുശേഷം ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും മനസ്സും. നിന്നെ പോലും മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? അല്ല, ഇവനിവിടെ എങ്ങനെയും കയറി പറ്റി കഴിഞ്ഞാ മികച്ച നാടകൃത്തിനുള്ള അവാർഡ് എനിക്ക് മന്ത്രിയുടെ പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റേ? അത് മതി മന്ത്രിസഭ വിടാൻ. നീ പോയി വല്ല DDTയോ ചാഴിപ്പൊടിയോ കലക്കിക്കൊണ്ട് വാടാ. എന്തിനാച്ചാ? ഈ പ്രാണിശല്യമുള്ള ചെടികൾക്കൊക്കെ അടിക്കാൻ. ഓ, ഇതും തോട്ടപ്പണിയുടെ ഒരു ഭാഗമാണ്. നീ എന്താ നോക്കിയിരിക്കണത്? തുടങ്ങടാ. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തില് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചുളഞ്ഞിവിടെ വൃത്തിയാക്കല്ലോ. എടാ മഹാപാപി, അത് ആന്തൂറിയ നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മിസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. DDT ഉണ്ടോ? ചായപ്പൊടിയായാലും മതി. എന്തിനാ? പൂശാന. അച്ഛന് പൂശാന. എന്താ? അല്ല, ഈ DDT കലക്കിയിട്ട് ചെടികൾക്ക് പൂശാന. അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ. ആന്തൂറി മാത്രം തുടല്ലേ. ഇല്ല. എന്നിട്ട് അങ്ങോട്ട് മാറ്റി. ഇത് ചൊറിയണോ? മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ? അതെ. ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ. തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. കുമാരാ, നീ ഈ പുല്ലിലൊക്കെ വെള്ളം ഒഴിച്ച് സമ്മർക്കായിട്ട് ചെയ്ത് നിർത്തിയാരെ. പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്, അല്ല ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതവൻ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വച്ചോണ്ടിരിക്കാണോ? ഒന്ന് സഹായിക്കൂ മകനെ. എന്തായിക്കോട്ടെ. എന്റെ തലല്ല. അവിടെ കൊണ്ട് കളയൂ മകനെ. അത് ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ? ആരാ?
നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ. എടാ ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ട നിലവടച്ചാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രിയുടെ അളിയനാ. അയ്യോ, സാറ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഊതരുത്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറിവിടെ ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ? എന്താ മകളെ? കുമാരൻ. കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, കണ്ടെത്താതിരിക്കില്ല. വരൂ. അച്ഛോ. എന്താ മകനെ? അച്ഛനല്ല എന്നോട് പറഞ്ഞ നുണ പറയരുതെന്ന്. വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ. മാത്രമല്ല, അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വരൂ. അടി അടി, നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? മതിടാ ബാ. മോളിങ്ങനെ കളിച്ചിറന്നാ മതിയോ? സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രിയാവണ്ടേ? അത് കഴിഞ്ഞ് അറിയിച്ചല്ലേ. എന്താ സാർ? നിനക്ക് ഞാനൊരു പാന്റ് ഷർട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ തരാം. ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. എടാ ആപ്പിള് മോനെ. എന്താ എന്താ സമയത്ത് എന്നെ കയറി പിടിച്ചു. നീ അകത്ത് പോ. സത്യമായിട്ട് ഞാനല്ലേ പറഞ്ഞത്. കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കുകയില്ല. എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അതളിയ എന്നെന്നറിയാം. എന്താ സാർ ഇവിടെ? ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. പൊക്കോളൂ. യെസ് സാർ. എന്നാ പോയി ഉറങ്ങ്. അടുക്കള വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കോളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിള് പോലെ ആകും.